എത്ര തുരുമ്പ് പിടിച്ച സൈലൻസറും പുതിയതുപോലെ ആക്കാൻ ഈ ബ്രഷിൽ തേച്ചിരിക്കുന്ന ലിക്വിഡ് മതി. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം. ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന തുരുമ്പ് മൊത്തം പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ബൈക്കുകളിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തുരുമ്പ്. ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ സൈലൻസറുകൾ എപ്പോഴും ഇതുപോലെ തുരുമ്പ് പിടിച്ചിരിക്കും. ഈ തുരുമ്പ് പിടിക്കാൻ കാരണം കുറേയൊക്കെ നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിവതും തുരുമ്പുകളൊക്കെ ഒഴിവാക്കാം. വണ്ടികൾ കഴുകുമ്പോൾ ഉണ്ടാകുന്ന നനവ്, അതുപോലെ തന്നെ മഴയത്തിരിക്കുന്ന വണ്ടി കണ്ടിന്യൂസ് മഴയത്തിരുന്ന് കഴിയുമ്പോൾ ഉള്ളത്, പിന്നെ കൂടുതലും നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ ഉള്ള ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ വണ്ടികൾക്കൊക്കെ ഉപ്പുവെള്ളം നിൽക്കുന്നതുകൊണ്ടും ഈ തുരുമ്പുകൾ വരാം. ഈ തുരുമ്പൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാന്ന് വെച്ചാലും അങ്ങനെയൊന്നും ക്ലീൻ ആകത്തില്ല. ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിയുമ്പോൾ ഒന്ന് മായുന്നുള്ളൂ, നല്ല രീതിയിലൊന്നും മാഞ്ഞു കിട്ടത്തില്ല. പിന്നെയും വീണ്ടും തുരുമ്പാവും. പക്ഷെ നമുക്കിത് ഒരു ഐറ്റംസ് ഉപയോഗിച്ച് മാത്രം, ഒരു ഐറ്റം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ തുരുമ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐറ്റം എന്താ, ഹാർപ്പിക്ക് എന്നല്ല, ഹാർപ്പിക്ക് പോലുള്ള ഏതെങ്കിലും ഒരു ബാത്റൂം ക്ലീനർ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി പറയുന്ന പോലെ ഇതിലുള്ള തുരുമ്പുകളെല്ലാം കളയുന്നത്. ഇപ്പോൾ അതാ ഈ ബൈക്കിൽ കാണുന്ന പോലെ ഇതിൻ്റെ സൈലൻസറിൽ തുരുമ്പുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അല്പം ഹാർപ്പിക്ക് ഒഴിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള ഭാഗത്തേക്ക് നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയും ഹാർപ്പിക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം വെക്കാം. വെച്ച ശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലുണ്ടാകും. എനിക്ക് ഇതിലുണ്ടാകുന്ന തുരുമ്പുകളൊക്കെ അത് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളകിയിട്ട് നമ്മുടെ സൈലൻസറിൻ്റെ പഴയ കളറ് അവിടെ വന്നിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന തുരുമ്പാണ് ഇളകുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ വ്യക്തമായി കാണുന്നുണ്ടായിരിക്കും. ഈ ബ്രഷ് നോക്കിയാലും അറിയാം, നല്ല രീതിയിൽ തന്നെ തുരുമ്പുകളെല്ലാം ഇളകി പോകുന്നുണ്ട്. ഞാനിപ്പോൾ 10 സെക്കൻഡോളം ഉരച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കാണിക്കുക. അതിലുണ്ടായിരുന്ന തുരുമ്പുകളെല്ലാം പോയി കണ്ടോ, അതിലുള്ള തുരുമ്പുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഭാഗവും ക്ലീൻ ചെയ്താൽ തുരുമ്പുകളെല്ലാം പോകും, വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ സൈലൻസർ ഉണ്ടാകുന്ന തുരുമ്പുകളൊക്കെ ഇല്ലാതാകും. ഹാർപ്പിക്കോ അല്ല അതുപോലുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിലെ തുരുമ്പ് മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും തുരുമ്പ് പിടിച്ച പാത്രങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇതുപോലെ തന്നെ സൈലൻസറൊക്കെ ഒരുപാട് നാളിരുന്ന് തുരുമ്പ് നല്ല രീതിയിൽ തന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഹാർപ്പിക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോ അല്ല 10 മിനിറ്റോ ഒന്ന് അതിൽ നിന്ന് ഇളകാൻ എന്ന് വെച്ചാൽ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. അതിനുശേഷം വേണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ചെറിയ ബ്രഷോ അല്ലെ ചെറിയ സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന് സൈലൻസർ ഉണ്ടാകുന്ന അഴുക്കളൊക്കെ ഇല്ലാതാകും. പിന്നീട് നമ്മൾ വണ്ടി എപ്പോൾ കഴിയാനും ശ്രദ്ധിക്കുക, നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക. ഈ ഈർപ്പം നിൽക്കുന്നുണ്ടല്ലേ, നനവ് നിൽക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടിയുടെ സൈലൻസറിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കുന്നത്. പിന്നെ കൂടുതലും മഴ സമയത്ത് എപ്പോഴും നമ്മുടെ വണ്ടികൾ നനയുന്നതുകൊണ്ടാണ് തുരുമ്പുകൾ കൂടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിലൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. ഇതുപോലെ ഒരു ഹാർപ്പിക്ക് മാത്രം വെച്ചിരുന്നാൽ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.